ഇതുവരെ നോക്കിയതൊക്കെ മതി മക്കളെ. ഇപ്പോഴത്തെ സ്ഥിതിക്ക് അവൻ ഇടിവെട്ടി ചത്താലും നാട്ടുകാർ പറയും അച്ചായനത് ജയിച്ചെന്ന്. അതുകൊണ്ട് അവരൊരു കുഴപ്പം വരാതിരിക്കേണ്ടത് തൽക്കാലം നമ്മുടെ ഒരു ആവശ്യമാണ്. മോളിലിരിക്കുന്ന ഒരാള് കഷ്ടപ്പെട്ട് അരിച്ചു കുണിച്ച് ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളായിട്ട് അത് തെറ്റിക്കണോ? വേണ്ട. കാലം ഒത്തു വരുമ്പം കർത്താവ് തന്നെ വിളിച്ചു പറയും, മകനെ നീ അത് ചെയ്തേരേന്ന്. അതുവരെ ക്ഷമിച്ചിരിക്ക. അതല്ലേ കുഞ്ഞ് അതിന്റെ ഒരു ശരി അല്ലേ? പിന്നെ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ പോലീസ് ഫാമിലിയാ. എന്റെ വല്യമാവൻ മലപ്പുറത്ത് അങ്ങാടിയിൽ SI ആയിരുന്ന സമയത്ത്. SI ഇന്നലെ പറഞ്ഞ ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന്. അല്ല, പുള്ളി പിന്നീട് SI ആയി. ആ ഓർമ്മയിൽ ഞാൻ പറഞ്ഞു പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അവിടെ മൊയ്തീൻ കുട്ടി എന്നൊരു കേടി ഉണ്ടായിരുന്നു. നഖത്തിനിടയിൽ ആണിയടിച്ച കഥയല്ലേ? അതെ. അതെനിക്ക് കാണാപ്പാടാ. എങ്ങനെ അറിയാം? ആശുപത്രിയിൽ വെച്ച് അരമണിക്കൂർ ഇടവിട്ട് മരുന്ന് തരുന്ന പോലെ പറഞ്ഞോണ്ടിരുന്ന കഥയല്ലേ? അപ്പൊ ഞാനത് പറഞ്ഞല്ലേ. എന്നാ ഞാൻ വേറൊന്ന് പറയാം. ഞാൻ SPF-ലായിരിക്കുമ്പോ, ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിലായിരിക്കുമ്പോ, ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു VIP-ക്ക് സാറ് പ്രൊട്ടക്ഷന് പോയപ്പോ ഒരു ഉഗ്രവാദി വന്ന് സാറിനെ കണ്ട് പേടിച്ചോടിയ കഥയല്ലേ? ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര ഫേമസ് ആയിപ്പോ പോയല്ലോ. അതല്ല, ആശുപത്രിയിൽ വെച്ചൊരു 3-4 പ്രാവശ്യം സാറ്. ഊണ് റെഡി ആയെന്ന് തോന്നുന്നു. അച്ഛനവിടെ കാത്തിരിക്കും. വാ അമ്മുക്കുട്ടി, പീടികയിൽ നിന്നും നല്ല പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ വാങ്ങി കഴിക്കണം, എങ്കിലേ തടിച്ചു കൊഴുക്കും. ആര്? പശുക്കിടാവിന്റെ. വിജയനോ മറ്റോ വന്നാ ഞാൻ ആ കവലയെ കാണുമെന്ന് പറഞ്ഞത്. അകത്ത് പോ. കുട്ടിയോടല്ല, കുട്ടി അകത്തേക്ക് പൊക്കോളൂ. എങ്ങോട്ടാ? ഒന്ന് പുറത്തോട്ട് പോകണം. അങ്ങനെ ചാടിക്കേറി ഒന്നും പുറത്തു പോകാൻ പറ്റില്ല. ഓരോ ദിവസവും പോകുന്ന സ്ഥലങ്ങളുടെ പേരും സന്ദർശന സമയവും മുൻകൂട്ടി ഞങ്ങൾ അറിയിച്ചിരിക്കണം. ഓരോ സ്ഥലത്തും സുരക്ഷിത ഏർപ്പാടുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അങ്ങോട്ട് പോകാവൂ. എവിടെ പോണം, എങ്ങോട്ട് പോണം, എപ്പ പോണം എന്നൊക്കെ തീരുമാനിക്കേണ്ടവൻ ഞാനാ. സാറന്മാരും മിണ്ടാതെ കൂടെ വന്നാ മതി. കൂടുതൽ ഭരണമൊന്നും വേണ്ട. നിങ്ങൾക്കത് പറയാം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരം പറയേണ്ടത് ഞാനാണ്. ഓക്കെ? ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് പോകുന്ന എന്താ നിങ്ങളുടെ സഹായം? കുഴപ്പമുണ്ടായാലോ അവിടെ വന്ന് രക്ഷിക്കണം. അതിനാണ് പ്രൊട്ടക്ഷൻ. ആ ജോലി അങ്ങ് ചെയ്താൽ മതി. ഈ പ്രോഗ്രാമും ചാർട്ടും ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് രണ്ടുപേരും യൂണിഫോം ഇട്ട് റെഡി ആയിരുന്നോണം. ഓക്കെ? എന്നാ പിന്നെ പുള്ളി പറഞ്ഞ പോലെ അല്ലേ? എടോ തൊപ്പി തെറിക്കും. പോണു. അയ്യോ.